5:15 എഴുന്നേറ്റൊന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും ബാങ്ക് വിളിച്ചു. പിന്നെ നമസ്കരിച്ച് നേരെ അടുക്കളയിലേക്ക്. പുറത്തേക്ക് നോക്കുമ്പോഴേക്കും നല്ല ഇരുട്ടാണ്. ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നേരം വെളുക്കുന്നത് താമസിച്ചാണ്. നല്ല തണുത്ത കാറ്റ്, നല്ല തണുപ്പുമുണ്ട്. പിന്നെ ഇതേ തലേന്ന് രാത്രി അടിച്ചു വെച്ചിരുന്ന ദോശമാവ് ഉള്ളതുകൊണ്ട് പിന്നെ പണിയെല്ലാം എളുപ്പമായി. അല്ലെങ്കിലും ദോശയ്ക്കും അപ്പത്തിനൊക്കെ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാപ്പിയുടെ കാര്യത്തിലൊന്നും ടെൻഷനില്ലല്ലോ. അങ്ങനെ ദോശയൊക്കെ ചുട്ട് പുറത്തേക്ക് നോക്കുമ്പോഴേക്കും ഏതാണ്ട് നേരമൊക്കെ വെളുത്ത് കേട്ടോ. കുട്ടികളൊക്കെ ഇതേ സ്കൂളിലേക്ക് പോയി തുടങ്ങി. അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ അരിഞ്ഞു വെച്ചുകൊണ്ട് സമയം ലാഭമായി. ഞാനിപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെയാട്ടോ. തോരനുള്ളതും രാവിലത്തെ കറിക്കുള്ളതും അങ്ങനെ പച്ചക്കറികളെല്ലാം ഐഡിയനൊക്കെ ഉറങ്ങുമ്പോൾ സമയം പോലെ അങ്ങ് അരിഞ്ഞു വെക്കാറാണ് ഇപ്പോൾ പതിവ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് പെട്ടെന്ന് ചെയ്ത് തീർക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ്. അങ്ങനെ ദോശയും സാമ്പാറും ഒക്കെ റെഡിയായി. പിന്നെ അവർക്ക് സ്നാക്സ് ആയിട്ട് ഞാൻ മിക്സഡ് സാലഡാണ് കൊടുത്തു വിടുന്നത്. അതായത് കുറച്ച് ആപ്പിളും ലെറ്റ്യൂസും കുക്കുംബറും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ദോശയും സാമ്പാറും എല്ലാം വെച്ച് അവരുടെ ടിഫിനൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഇക്കാക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള ടൈമായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇക്ക ഡ്യൂട്ടിക്കായിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലും ഫുഡൊക്കെ കഴിച്ച് അവന് ടൈമായി. അങ്ങനെ അവനും ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് വന്നേ. ഇവിടെ ഇങ്ങനെയാട്ടോ, കുട്ടികൾ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, അതായത് ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണ് ഫസ്റ്റ് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതേപോലെ ഡ്രോപ്പ് ചെയ്യുമ്പോഴും ആ കുട്ടികളുടെ സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ അവരുടെ നെയിമും ഇതേപോലെ ടാബിൽ അവർ നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ടീച്ചർ ക്ലാസ് ഗ്രൂപ്പിൽ ആബ്സെൻറ്റീസിൻ്റെ നെയിമും അവരുടെ റോൾ നമ്പറും മെസ്സേജ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ അല്ലു സ്കൂളിലേക്ക് പോയി. ഇത് കണ്ടോ, ഈ വണ്ടികളെല്ലാം ഈ സ്കൂൾ ബസ് പോകുന്നതോടെ വരെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ഇടുവേ. അതല്ലാന്നുണ്ടെങ്കിൽ ഫൈനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അപകടങ്ങളും കുറവുണ്ട്. ഈ റൂളൊക്കെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എന്താണ് ദോശയും സാമ്പാറും കഴിക്കാൻ ഒരു മൂഡില്ലായിരുന്നു. പിന്നെ 2 പൊറോട്ട ഇരുന്ന് ചുട്ട് പൊറോട്ടയും സാമ്പാറും കഴിച്ചു. പൊറോട്ടയും ബീഫും പോലെ തന്നെ നല്ല കോമ്പിനേഷൻ അല്ലേ പൊറോട്ടയും സാമ്പാറും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കോ? അങ്ങനെ ഇവരെ എല്ലാവരെയും പറഞ്ഞു വിട്ട് കഴിഞ്ഞ് ഈ ടി വിയും കണ്ട് ഈ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അത് ഞങ്ങൾ ഈ വീട്ടമ്മമാർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളേ. നിങ്ങളും എന്നെപ്പോലുള്ള ഒരു വീട്ടമ്മയാണോ? അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബായ്.